അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് റമദാൻ ഒന്നാണ്. എന്നാൽ പലർക്കും ഇന്ന് റമദാൻ ഒന്നാണോ എന്നൊരു സംശയമുണ്ട്. സോഷ്യൽ മീഡിയയിലും കുടുംബ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് റമദാൻ 2ഓ 3ഓ ആയിരിക്കും. എന്താ കാരണം? റമദാൻ 1-ൻ്റെ അന്ന് നമ്മൾ ചന്ദ്രനെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. കാപ്പാട് ബീച്ചിലോ പൊന്നാനി ബീച്ചിലൊക്കെ ഒരു കുഞ്ഞു നൂല് പോലെ കണ്ടിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്. സാധാരണ ഈ റമദാനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസമാണോ എന്നത് പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ ഇന്നലെ അങ്ങനെയല്ല. ഇന്നലെ പല ആളുകളും, നൂറുകണക്കിന് ആളുകൾക്ക് കൃത്യമായി തന്നെ അവർക്ക് ഇത് ദൃശ്യമായി. അതുകൊണ്ട് ഇന്ന് 1 അല്ല 2ഓ 3ഓ ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചന്ദ്രപ്പിറവി കാണുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ നമ്മൾ ചന്ദ്രനെ കാണൂ. ചന്ദ്രൻ എന്നല്ല, നമ്മളെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, പ്രത്യേകിച്ച് പ്ലാനറ്റ്സ്, അതേപോലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇവയുടെ ചലനം എന്നൊക്കെ പറയുന്നത് വളരെ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ഭൂമിയെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി വെക്കുമ്പോൾ ചില ഗ്രഹങ്ങളുടെ ചലനം എന്നൊക്കെ പറഞ്ഞാൽ, ചില ഗ്രഹങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രഹം. പക്ഷെ നമ്മൾ പലപ്പോഴും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഭൗമകേന്ദ്രീകൃത വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗ്രഹങ്ങൾ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ അടിക്കനെ വരും, പിന്നെ ഇങ്ങനെ മുകളിലോട്ട് പോകും, പിന്നെ ഇങ്ങനെ അടിയിലോട്ട് വരും. ഇങ്ങനെയുള്ള സങ്കീർണമായ ഓരോ പാതകളാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രഹത്തിനുണ്ടായിരുന്നത്. ഫ്രെയിം ഓഫ് റെഫറൻസ്, ഭൂമി ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി വെക്കുമ്പോൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഇന്നലത്തെ സ്ഥിതി എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി തന്നെ പറയാം. ഇന്നലത്തെ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിക്കുകയാണ്. ഈ ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഇത് സ്റ്റാർ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് ഞാനെടുത്ത സ്ക്രീൻഷോട്ടാണ്. സ്റ്റാർ ട്രാക്കർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആകാശത്ത് എവിടെയാണ് ഏതെല്ലാം ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗാലക്സികൾ, ആൻഡ്രോമേഡ ഗാലക്സി, സിരിയസ് എന്ന നക്ഷത്രം, ഇതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ വെറുതെ നോക്കാനും പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടും. നമുക്ക് അത് വെച്ച് ചെക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചന്ദ്രൻ ഉണ്ടെന്ന് നോക്കുക. ചന്ദ്രൻ നമ്മൾ കാണുന്നുണ്ടെന്ന് നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ട് ഈ സ്റ്റാർ ട്രാക്കറിൽ എന്ത് ചെയ്യുക, എടുത്ത് നോക്കിയിട്ട് ചന്ദ്രൻ്റെ നേരെ ഫോൺ കാണിച്ചാൽ അവിടെ ചന്ദ്രൻ യഥാർത്ഥത്തിൽ ഈ ആപ്പിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ക്ലിയർ ആയി എന്നർത്ഥം. ഇനി മറ്റു ലൊക്കേഷനുകളിൽ ഇപ്പോൾ ആഫ്രിക്കയിലാകട്ടെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാകട്ടെ ഇവിടെയൊക്കെ എവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായി തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ആപ്പ് വളരെ വ്യക്തമാണ്, അതേപോലെ തന്നെ കൃത്യമാണ് എന്നുള്ളതാണ് ഞമ്മൾ പറഞ്ഞത്. ഇനി ഈ ഫോട്ടോയിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കും. ഈ ഫോട്ടോയിൽ കാണുന്നത് എന്താണ്? ഇത് സൂര്യനും ചന്ദ്രനും വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഇത് ഞാൻ 28-ാം തീയതി എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്, സ്ക്രീൻഷോട്ടാണ്. ഇതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സാറ്റേൺ. ഇപ്പോൾ ഇതിൽ ചന്ദ്രൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും പെട്ടെന്ന് കാണാൻ കഴിയില്ല. സൺ എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് മുകളിൽ മൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മൂണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ അതിന് തൊട്ട് മുകളിൽ സാറ്റേണാണ്, ശനിയാണ്. എന്നാൽ അവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും സാറ്റേണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വട്ടത്തിലൊരു സംഭവം കാണുന്നുണ്ട്. എന്നാൽ അതിന് ഒരു വൈറ്റ് കളർ എവിടെയും വരുന്നില്ല കേട്ടോ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇത് 28-ാം തീയതിയിലെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ചന്ദ്രനും ഉടനെ തന്നെ അസ്തമിക്കും. എന്താ കാരണം? അത്രയും അടുത്താണ് ഇത് കിടക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസ്തമയം തന്നെ എന്താണ്, ശരിക്ക് ഭൂമി കിഴക്കോട്ട് സഞ്ചരിക്കുകയാണ്. ചന്ദ്രനൊരു ചലനമുണ്ട്, അത് സൂര്യനെ പോലെയല്ല, ചന്ദ്രന് വേറൊരു ചലനമുണ്ട്. അതേപോലെ തന്നെ ഭൂമിക്ക് മറ്റൊരു തരത്തിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ രണ്ടിൻ്റെയും പ്രൊഡക്റ്റായിരിക്കും നമുക്ക് ഈ ചന്ദ്രൻ ഇന്ന സമയത്ത് എവിടെ എത്തും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഥാർത്ഥത്തിൽ മിനിഞ്ഞാന്ന് രാത്രി നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ഈ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ നോക്കൂ, സൂര്യൻ്റെ വെളിച്ചം ഒരു പരിധിയിലപ്പുറം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ സൂര്യനടുത്തുള്ള ഭാഗത്ത് ഉള്ള നക്ഷത്രങ്ങളെയോ ചന്ദ്രനെയോ മറ്റ് സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. അതും കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കണം. ഇതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ പോകുന്നില്ല, സാങ്കേതിക വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ വേണമെങ്കിൽ അവസാനം കുറഞ്ഞൊരു ഭാഗം അതിന് വേണ്ടി മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം തുടക്കത്തിൽ തന്നെ സാങ്കേതിക വശത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആളുകൾ പിന്നെ ഇതെന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് തോന്നല്ല, അത് ഒഴിവാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വളരെ ചുരുക്കി ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതായത് എന്താണ് നമ്മൾ മിഞ്ഞാന്ന് എന്തുകൊണ്ട് ഇത് കാണില്ല എന്നുള്ളത്. ഇനി ഞാൻ അടുത്തതായി കാണിക്കാൻ പോകുന്ന ഫോട്ടോ ഇതൊന്ന് നോക്കൂ നിങ്ങൾ. ഈ ഫോട്ടോയിൽ എന്താ കാണുന്നത്? ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള അകലം വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല നമുക്ക് കൃത്യം ഇവിടെ ചന്ദ്രൻ്റെ ഒരു ചന്ദ്രക്കല ചെറുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സൂര്യനും ചന്ദ്രനും അകന്നു കഴിഞ്ഞു. ഞാൻ ഈ ഫോട്ടോയിലാണ് പറയുന്നത് കേട്ടോ. ചന്ദ്രനും സൂര്യനും നമ്മൾ അകലം തന്നെ എൻ്റെലി ഡിഫറൻ്റ് ആണ്. നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ പോലെയുള്ള പോലെ അല്ല അത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ ആകാശത്ത് നിൽക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഇതായിരുന്നു ഇന്നലത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്.
എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് 6:36 എന്നാൽ 7:58 വരെ 8 മണി എന്ന് പറയാം 8 മണി വരെ ഏതാണ്ട് 1.5 മണിക്കൂറിനടുത്ത് ചന്ദ്രനുണ്ട്. ചന്ദ്രന് വിസിബിളായി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചന്ദ്രനെ കാണാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒന്ന്, സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാനുള്ള സമയം ഒരുപാട് വൈകി. സൂര്യനും ചന്ദ്രനും അടുത്തല്ലാത്തതുകൊണ്ട്. ഞാൻ ഈ പറയുന്ന ഫോട്ടോയിലുള്ള കാര്യം പറയുന്നത് ഇങ്ങനെ അടുത്തല്ലാത്തതിനാൽ. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ചന്ദ്രനെ കാണാനുള്ള സാധ്യത കൂടും. മാത്രമല്ല ചെറിയ ഒരു ഫേസ് മാറ്റം വന്നതുകൊണ്ട് തന്നെ ഭൂമിയും സൂര്യനും ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ചന്ദ്രൻ എന്നുള്ളത് നമുക്കറിയാലോ. അവിടെ ചെറിയൊരു മാറ്റം വീണ്ടും വരുന്നു. അപ്പോൾ ഈ ചന്ദ്രക്കലയുടെ അളവ് കുറച്ചും കൂടി കൂടും. അപ്പോൾ ചന്ദ്രക്കലയുടെ അളവ് കൂടുന്നു, അതിൻ്റെ കട്ടി കൂടുന്നു. നമ്മളെ സോഷ്യൽ മീഡിയ ചർച്ചയിലൊക്കെ കട്ടി കൂടുന്നു എങ്കിൽ അതിനർത്ഥം അതിൻ്റെ തലേന്ന് ചന്ദ്രനെ കാണുമായിരുന്നു എന്നുള്ളതല്ല. കാരണം എന്താ? ചന്ദ്രനെ കാണില്ല. എന്താണ്? സൂര്യനും ചന്ദ്രനും അടുത്തടുത്താണ്. അത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ചന്ദ്രൻ അസ്തമിക്കുന്നു. സൂര്യൻ്റെ വെളിച്ചവും മറ്റും കാരണത്താൽ എന്തായാലും സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് അവിടെ കാണില്ല. ഇതാണ് നമ്മൾ വളരെ സിമ്പിളായി മനസ്സിലാക്കേണ്ടത്. ഇനി ഫേസസ് ഓഫ് മൂൺ മാത്രം ജസ്റ്റ് പറഞ്ഞു പോകാം. അതിലൊരു വീഡിയോ കൂടി നോക്കാം. ഈ വീഡിയോയിൽ കാണുന്ന എന്താണ്? ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിയിട്ട് ഭൂമിക്ക് സൂര്യൻ്റെ ഒരേ ലെവലിൽ നിൽക്കുമ്പോൾ അവിടെ പിന്നെ ചന്ദ്രനെ കാണാനേ കഴിയുന്നില്ല. അതാണ് മിഞ്ഞാത്ത അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ തൊട്ട് കഴിഞ്ഞാൽ ന്യൂ മൂണായി. ഈ ന്യൂ മൂണാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ ന്യൂ മൂൺ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയിലേക്ക് വരണമെങ്കിൽ സൂര്യനും ചന്ദ്രനുമൊക്കെ അസ്തമയ സമയത്തുണ്ടാകുന്ന അകൽച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഇന്ന് നമ്മൾ വലിയ കട്ടിയിൽ ചന്ദ്രക്കല കണ്ടു എന്ന് വിചാരിച്ച് ബേജാറാവണ്ട. ഇന്ന് തന്നെയാണ് റമദാൻ ഒന്നായിട്ട് ഉള്ളത്. ഇന്നലെ യാതൊരു കാരണവശാലും അതാവില്ലായിരുന്നു. കാരണം മിനിഞ്ഞാന്ന് രാത്രി, അതായത് മിനിഞ്ഞാന്നത്തെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഒരിക്കലും തന്നെ ചന്ദ്രനെ കാണാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.